യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ സത്യം പറയൂ. എന്താ? നീയാണോ ഇതിന്റെ പിന്നിൽ? ഏതിന്റെ പിന്നിൽ? നീ വന്നതിന് ശേഷം പൂജയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളാ. ദാ ഇപ്പോ അർജുന്റെ ജീവിതം താറുമാറായി. പറ, ഇതിന്റെയൊക്കെ പുറകിൽ നീയല്ലേ? നീ നിന്റെ വൈരാഗ്യം തീർക്കുകയല്ലേ? എനിക്ക് പകയുണ്ടെങ്കിൽ അത് വീട്ടുന്നത് എങ്ങനെയാണെന്ന് അങ്കിൾക്ക് അറിയാലോ. അന്ന് അർജുൻ ഇവിടെ വന്നപ്പോ ഒരു കത്തിയെടുത്ത് ഒരു കുത്തുകുത്തുമായിരിക്കും ഞാൻ ചെയ്യാം. എനിക്കിപ്പോ ആരോടും പകയില്ല, ആരോടും പ്രതികാരവും ചെയ്യണ്ട. ഇനിയുള്ള കാലം സമാധാനമായിട്ട് ജീവിച്ചു പോണം, അത്രേ ഉള്ളൂ. വളരെ ബുദ്ധിപരമായ ഒരു കളി ഇതിന്റെ പുറകിലുണ്ട്, അതുറപ്പാ. എന്നുവെച്ചാ അർജുന്റെ പേര് തെറ്റൊന്നുമില്ലെന്നാണോ? അർജുനെ പോലെ ഇത്രയും മാന്യനായ ഒരാൾ ലോകത്ത് വേറെ കാണില്ല. പല മാന്യന്മാർക്ക് രണ്ട് മുഖമുണ്ട് അങ്കിളെ. ആ, ഇപ്പൊ തന്നെ അങ്കിള് വലിയ മാന്യനാണിപ്പോ, ആണല്ലോ. പിന്നല്ലാതെ. ആ, ഇതേ അങ്കിള് പണ്ട് പൂജയ്ക്കെതിരെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഒന്ന് ഓർത്തു നോക്ക്. അപ്പൊ അങ്കിളിന് കൊണ്ട് വേറൊരു മുഖം. ഇത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? അർജുൻ പൂജയെ കല്യാണം കഴിച്ചത് എങ്ങനെയാ? കോൺട്രാക്ട് കല്യാണം അല്ലേ? അത് മാന്യതയാണോ? അല്ല, നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചാ. അർജുന് ശിക്ഷ കിട്ടണമെന്നോ ജയിലിലാകണമെന്നോ ജീവിതം തകരണമെന്നൊന്നും എനിക്കില്ല. ഇതൊക്കെയാണ് ആൾക്കാരെന്ന് പറഞ്ഞത്. എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. താമസിയാതെ എല്ലാവർക്കും എല്ലാം പിടികിട്ടും. നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് നേരെ പുരുഷന്മാർ കാണിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളും ദുരിതങ്ങളും എന്നാണ് അവസാനിക്കുക? സ്ത്രീകൾ വാനോളം പുകഴ്ത്തപ്പെടണം, അതുപോലെ തന്നെ മാലാഖമാരെ പോലെ ജീവിക്കണം, അവർക്ക് പരമാവധി പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നൊക്കെയുള്ള സർക്കാരിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ദുർവിധി അവരെ വീണ്ടും വേട്ടയാടുന്നു. അടുത്തിടെ സംഭവിച്ച പ്രധാന വിഷയം തന്നെ അതിനുത്തമ ഉദാഹരണമാണ്. അതും നിയമം പരിപാലിക്കുന്നവൻ, നിയമജ്ഞൻ. ആ അഹങ്കാരത്തിന്റെ പേരിലാവണം കറുത്ത കോട്ടിട്ട പരമാവധി ദുഷ്ടത്തരം ചെയ്ത ഒരു വ്യക്തിയെ ഇന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ. ഇന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായി രണ്ട് പ്രമുഖ വ്യക്തികളെ ചാനൽ ക്ഷണിച്ചിരിക്കുകയാണ്. വീണ, അവർ സ്ത്രീ പ്രവർത്തകയാണ്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിതമാണ് അവരുടേത്. അതുപോലെ പ്രഭാകരൻ, അദ്ദേഹം എഴുത്തുകാരനാണ്. നീതിബോധത്തിന്റെ ഭാഗത്ത് എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇവർ ഇരുവർക്കും സ്വാഗതം. എന്താണ് ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാതി നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അഡ്വക്കേറ്റ് അർജുനെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ പരസ്യ വിചാരണ ചെയ്യുകയാണ് വേണ്ടത്. ഓഫ് ചെയ്യും അത്. ഇത് എന്തിനു? എന്റെ മോനെ കുറിച്ച് വായി വരുന്നതൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണോ നീ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലേ ആഘോഷിക്കാൻ നല്ല രസാ. പറയട്ടെ, പൊടുപ്പും തൊങ്ങലും വെച്ച് കെട്ടുകഥകൾ ഉണ്ടാക്കി പറയട്ടെ. മോള് കണ്ടില്ലേ, കണ്ണി ചോരയില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നത്? എന്റെ മോൻ ആട്ടിൻ തോലിട്ട് ചെന്നായിയാണെന്ന്. അമ്മേ, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. അവർക്ക് 2 ദിവസത്തേക്ക് ഒരു ഇരയെ വേണം. ഇപ്പൊ അജുവേട്ടനെ കിട്ടി, അവർക്ക് സന്തോഷം. ഒരാഴ്ച കഴിയുമ്പോ പുതിയൊരു ഇരയെ കിട്ടും. അപ്പൊ അജുവേട്ടനെ വിടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ ചർച്ച കാണാൻ ഭയങ്കര ഇഷ്ടം. നമുക്കൊന്ന് വെച്ചു നോക്കാമേ, എന്തൊക്കെയാ പുതിയ വാർത്തകളെന്ന് അറിയാലോ. റിമോട്ടിങ് തന്നെ. ഇയാളുടെ വീട്ടിലും അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേ? അവരോട് ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഇതേ രീതിയിൽ തന്നെ അവരോടും പെരുമാറുമോ ഇയാള്? മനുഷ്യത്വം ഈ അർജുനോട് കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയരുത്. ഒരിക്കലും ഇയാളെ പോലൊരു മനുഷ്യനോട് ഒരു മനുഷ്യത്വം കാണിക്കില്ലെന്നേ പറയുള്ളൂ.
മനുഷ്യത്വം നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ഇപ്പോൾ തന്നെ ഈ സംഭവം നടന്നിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. മാധ്യമങ്ങൾ അയാളെ വേണ്ടും വണ്ണം വേട്ടയാടി കഴിഞ്ഞു. മാനസികമായി അയാൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇത്തരം ക്രിമിനലുകളെ പോലീസ് വെടിവെച്ച് കൊല്ലണം. എന്റെ മോനെ ജീവിക്കാൻ സമ്മതിക്കില്ല അവരാരും. നമുക്ക് പോകാം. ഇപ്പൊ ഈ പറഞ്ഞവരെ കാണാം. ഞാൻ ചോദിക്കാം, അർജുൻ ആരാണെന്നെങ്കിലും അറിയോന്ന് ചോദിക്കാം. എന്തായാലും ബാക്കിയോടെ കേക്കായിരുന്നു. മിണ്ടായിരിക്കേ. മോളെ, കിരൺ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടില്ല അമ്മേ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ അവിടെ എന്തോ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കിരൺ സാറിനെ ഉടനെ കാണാൻ പോകുന്നുണ്ട്. ഈശ്വര, എന്റെ കുഞ്ഞിപ്പ എവിടെയാണാവോ? സാറി കേട്ടതെല്ലാം ഫേക്കാണ്. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്. ഈ കേസിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല. എന്റെ രാഷ്ട്രീയ ഭാവി തന്നെ പോവും. സാർ, എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തന്നേ പറ്റൂ. എന്റെ മരുമകനാണ് അർജുൻ. അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൈമിൽ ഇൻവോൾവ് ആവില്ല. നന്ദ, താൻ എന്താ ഈ പറയുന്നത്? സർ പ്ലീസ്, ആദ്യം നിങ്ങളുടെ മരുമകനോട് പോലീസിനോട് സഹകരിക്കാൻ പറ. കേസിന്റെ മെറിറ്റൊക്കെ നമുക്ക് കോടതിയിൽ തീരുമാനിക്കാം. അപ്പൊ ശരി നന്ദ. ഹലോ സർ, സർ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ സർ. സർ, ഹലോ ഹലോ സർ. നന്ദേട്ടാ, എന്താ നന്ദേട്ടാ, എന്തെങ്കിലും ഹോപ്പുണ്ടോ? MLA ഫോൺ കട്ട് ചെയ്തു. ഞാൻ വിളിക്കാവുന്നവരെ എല്ലാം വിളിച്ചു. ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് പലരും ഇടപെടാൻ മടിക്കും. സ്ത്രീ പീഡന കേസാകുമ്പോൾ ആരും ഇടപെടില്ലായിരുന്നേ. കേസ് കൊടുക്കുന്നവരുടെ ധൈര്യവും അതാണ്. ഇത്തരം കേസുകളിൽ ഇരവാദം ഉയർത്തി പുരുഷന്മാരെ തളർത്താൻ കഴിയും. വിളിച്ചവരെല്ലാം പറയുന്നത് അർജുനോട് കീഴടങ്ങാൻ ഞാൻ ഉപദേശിക്കണമെന്ന്. പോലീസിൽ കീഴടങ്ങിയതിനു ശേഷം ബാക്കി കോടതിയിൽ തീരുമാനിക്കാവുന്നു. ഇപ്പോഴാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അർജുൻ പോലീസിൽ കീഴടങ്ങിയാൽ മതിയാവും. അതെ നന്ദേട്ടാ, ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് വളരെ കരുതിക്കൂട്ടി നടന്നൊരു ഓപ്പറേഷനാണ്. അർജുൻ മോനെ പൂർണ്ണമായിട്ടും കുരുക്കിയിരിക്കുക. ഒരു കേസിന്റെ ആവശ്യത്തിനായി അർജുനെ കാണാൻ വന്ന പെൺകുട്ടി ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തി കുറെ തെളിവുകൾ സഹിതം സമൂഹത്തിന് മുമ്പിൽ വരുമ്പോ ആരും നമ്മളെ സഹായിക്കാൻ തയ്യാറാവില്ല. സത്യമൊന്നും ആർക്കും അറിയണ്ട. എല്ലാവർക്കും കടിച്ചു കയറാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞ് സന്തോഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശത്രുക്കൾ നമ്മള് വിടാതെ പിന്തുടരുകയാണല്ലോ നന്ദേട്ടാ. ഇതിന്റെ പിന്നിൽ ആ ഹേമേന്ദ്രനാവാനാണ് സാധ്യത. അവൻ എന്നോടുള്ള പക ഇതുവരെ തീർന്നിട്ടില്ല. അവൻ ഇപ്പോഴും ഒളിഞ്ഞിരുന്ന് വീണ്ടും നമ്മളെ ടാർഗറ്റ് ചെയ്യാണ്. ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും നീതി കാണിക്കാൻ പറ്റാത്തൊരു പിതാവാണ് ഞാൻ. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ജീവിതത്തിൽ മനസ്സമാധാനം എന്നത് എനിക്ക് ഒരിക്കലും ഇല്ലായിരിക്കാം. എന്നെ എന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷേ അർജുൻ, അവൻ എന്ത് പിഴച്ചു? അവനെ എന്തിനു ഉപദ്രവിക്കണം? അർജുനല്ല, അവന്റെ ലക്ഷ്യം പൂജയാണ്. റാണിയെ ഇറക്കി വൃത്തികെട്ട ഒരു കളി അവൻ കളിച്ചു. അവന്റെ സ്വന്തമായ റാണിയുടെ ജീവിതവും അവൻ എറിഞ്ഞുടച്ചു. ഇപ്പോ പൂജമോളാണ് അവന്റെ ടാർഗറ്റ്. എന്റെ പൂജമോളുടെ വിധി ഇങ്ങനെയായി പോയല്ലോ. ഇല്ല അരുണിമേ, എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ കാരണമാണ് എല്ലാവരും വേദനിക്കുന്നത്. ഞാനൊരിക്കലും സന്തോഷിക്കാൻ പാടില്ല. അത് ദൈവനിശ്ചയമാണ്. ഒരു മുത്തച്ഛനായപ്പോഴും അർജുൻ ജഡ്ജാകാൻ പോകുന്നു ഓർത്തും ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പക്ഷേ അതൊന്നും അധിക നാൾ നീണ്ടു നിന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചിരിക്കാനും സന്തോഷിക്കാനും പാടില്ല. അതാണ് ദൈവനിശ്ചയം. താനെന്താടോ എന്റെ അവസ്ഥ കണ്ട് കളിയാക്കി ചിരിച്ചതാണോ? ഇല്ല നന്ദേട്ടാ,
ഞാൻ നന്ദേണ്ണെ കളിയാക്കി ചിരിച്ച അത് എന്നെ കളിയാക്കും പോലെയല്ലേ? മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത്. അതിനിടയിൽ കിട്ടുന്ന സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും ചിരിക്കാനും കഴിഞ്ഞ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ജീവിതത്തിൽ കാണേണ്ടതും അനുഭവിക്കേണ്ടതുമായ എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ചു കഴിയുമ്പോ നമുക്ക് മന്ദഹസിക്കാനല്ലേ കഴിയൂ നന്ദേട്ട? നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും വന്നു കൂടുന്ന ഇത്തരം ദുഃഖങ്ങൾ ഏറെയാകുമ്പോ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. പക്ഷെ എന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടായ വിധി എന്റെ മകൾക്കും ഉണ്ടാവുന്നത് കാണുമ്പോ അല്പം പതറിപ്പോയി. എടോ, തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തനിക്ക് എന്നോട് എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? സത്യസന്ധമായി പറഞ്ഞ ഒരുപാട് തവണ. അത് നമ്മുടെ സാഹചര്യങ്ങളാണ്. ഓരോ തവണയും ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കും, വെറുക്കാനുള്ളതല്ല ജീവിതം എന്ന്.